ടാബ്ലറ്റ് കൊടുത്തത്. മിണ്ടരുത് നീ. എന്തായാലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നന്നായി. അതെ സാർ. അമ്മയും ചേച്ചിയൊക്കെ എവിടെ ഉണ്ടോട്ടാ? അവര് അംബിക മാഡത്തിന്റെ മുറിയിലുണ്ട് സാർ. രാജു, ടാബ്ലറ്റ് കൊടുത്ത് അവളൊരു ഭ്രാന്തിയാക്കാൻ നോക്കി. ഞങ്ങളെല്ലാം ഒന്നാകെ അങ്ങ് തീർത്ത് കളയാന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ ഒരു ക്രിമിനലാ. നിന്നെ ഇനി ഈ വീട്ടിൽ താമസിപ്പിച്ചോണ്ടിരുന്ന അതൊട്ടും ശരിയാവില്ല. നിനക്ക് പകയും പ്രതികാരവും മാത്രമേ മനസ്സിലുള്ളൂ. അങ്ങനെയുള്ളവരെ ഒരു കൂട്ടുകുടുംബത്തിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അമ്മേ, ഞാനൊന്നും മനഃപൂർവ്വമല്ല. നീ എല്ലാം മനഃപൂർവ്വം തന്നെയാ ചെയ്യുന്നേ. ഞാനേ എന്റെ ഈ കുഞ്ഞിന്റെ കല്യാണം നടത്താൻ വന്നതാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തത് നിന്നെയാ. നീ ഒരു ദുഷ്ടമൃഗമാ. നീ എന്റെ പ്രതാപിന്റെ ചേച്ചിയാ. നിന്നെ ഞാൻ തീർത്താ കൂടപ്പിറപ്പല്ലേ, അവന് വേദനിക്കും. അതുകൊണ്ട് തൽക്കാലം വിടുന്നു. പക്ഷേ ഈ പരിഗണന മേലിൽ കിട്ടിയെന്ന് വരില്ല. നീയും നിന്റെ മകനും തമ്മിലുള്ള ഗൂഢാലോചനകളാ ഈ വീട്ടിൽ എപ്പോഴും. ഇനി നീയും നിന്റെ മകനും കൂടി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ ജീവിച്ചില്ലെങ്കിൽ ഞാൻ പ്രതാപനോട് എല്ലാം തുറന്നു പറയും. എന്നിട്ടേ എന്നേക്കുമായി നിന്നെ ഇവിടുന്ന് പുറത്താക്കും. അഞ്ചു വയസ്സ് വരെ കുട്ടികളെ ലാളിക്കുക, പിന്നെ സ്നേഹം കൊടുത്ത് പഠിപ്പിക്കുക, 18 വയസ്സ് കഴിഞ്ഞ ഫ്രണ്ട്സിനെ പോലെ പെരുമാറുക എന്നതാണല്ലോ പ്രമാണം. മകൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹത്തെ പറ്റി ഓർത്ത് ഞാനിപ്പോ വല്ലാതെ ദുഃഖിക്കുക വേണോട്ടാ. അതൊന്നും സാരമില്ല സാറേ. അതൊക്കെ സാറിന്റെ തിരക്കൊണ്ടല്ലേ. ഇതാണ് രാധമ്മയ്ക്ക് കിട്ടിയ സുഹൃതം. ഇതാണ് പുണ്യം. കൗസല്യാദേവിക്ക് ശ്രീരാമചന്ദ്രനെ കിട്ടിയതുപോലെ എനിക്കും കിട്ടിയിട്ടുണ്ട് സുഹൃതം. ദേ നിൽക്കുന്നു ശകുനി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴാണല്ലോ ഈ അസുഖം. മണ്ണാർശാലയിൽ പോയി ഉരുളി കമഴ്ത്തിയുണ്ടായ സൽപുത്രനാ. എന്ത് കമിഴ്ത്തി? ഉരുളി ഉരുളി. അതായിരിക്കും ഇവനിങ്ങനെ ഉരുളി പോലെ ഇരിക്കണം. കുട്ടകം കമിഴ്ത്താതിരുന്നത് ഭാഗ്യം. രാജു, നമുക്കൊന്ന് വീട് വരെ പോണല്ലോ. എന്റെ ലാപ്ടോപ്പ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു അത്യാവശ്യമുണ്ട്. അതിനെന്താ, പോവാം മേഡം. ഇനിയെങ്കിലും ഈ മാഡം വിളി ഒന്ന് ഒഴിവാക്കി രാജു. ലോകത്ത് ഭാര്യ മാഡം എന്ന് വിളിക്കുന്ന ഒരേ ഒരു ഭർത്താവ് ഇവ മാത്രമായിരിക്കും. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി മേഡം, പോ. അമ്മേ, ഞാൻ എന്റെ ജീവന് തുല്യ സ്നേഹിച്ചതാ രാജുവിനെ. രാജു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. രമ്യ, ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയുക. നീ നിന്റെ കാര്യം നോക്കി പോ. നിന്റെ ആഗ്രഹം ഒന്നും നടക്കില്ലെന്ന് ഞാൻ പണ്ടേ പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞ. ഞാൻ അങ്ങനെ പോവില്ല. പിന്നെ പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെയും കൊണ്ടേ ഞാൻ പോകും. നിന്നോടൊപ്പേ ഞാൻ ജീവിക്കും. നിനക്കെന്താ ഭ്രാന്താണോ? അതേടാ, എനിക്ക് ഭ്രാന്ത. നീ എന്ന ഭ്രാന്ത്. നിന്നെയും കൊണ്ടേ ഞാൻ പോകും. രമ്യ, രമ്യ, കയ്യിന്ന് വിടാന്ന് പറഞ്ഞേ. ഇല്ല, വിടില്ല. രമ്യ, വിട് രമ്യ. ഇല്ല രാജു, കയ്യിന്ന് വിടാൻ.
രമ്യ, ദേ, നീ ഒറ്റ ഒരുത്തിയാ എന്റെ രാജുവിനെ എന്നിന് തട്ടിയെടുത്തത്. വലിഞ്ഞു കയറി വന്ന നീയാ എന്റെ ജീവിതം തകർത്തത്. എന്റെ രാജുവിന് നിന്നോട് പ്രേമൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. രാജുവിന് നിന്നോട് പ്രേമമോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നീ ഇവനെ തട്ടിക്കൊണ്ടുവന്ന് ഇവനോടൊപ്പം താമസിച്ചതല്ലേ? അന്ന് എന്തുകൊണ്ട് ഇവൻ നിന്നെ കെട്ടിയില്ല? രമ്യ, എന്തുകൊണ്ടെന്നവൻ ഒരു പെങ്ങളെ എന്ന പോലെ നിന്നെ കൊണ്ടുപോയി നിന്റെ അച്ഛനെ ഏൽപ്പിച്ചു? ഇവള് പറയുന്നതൊക്കെ സത്യാണല്ലോ. ഇപ്പോഴും ഇവൻ നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ നിന്റെ അച്ഛൻ മന്ത്രിയെ പേടിച്ച്, അല്ലെങ്കിൽ മറ്റാരോ പറഞ്ഞിട്ട്.